എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ റഷ്യൻ വിപ്ലവത്തെക്കുറിച്ച് കുറച്ച് പാഠഭാഗങ്ങൾ പഠിച്ചു. റഷ്യയിലെ നിലവിലെ വ്യവസ്ഥിതിയെക്കുറിച്ച് ചിത്രീകരിച്ച ചിത്രകാരന്മാർ ആരൊക്കെയാണെന്ന് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? മാക്സിം ഗോർക്കി, ലിയോ ടോൾസ്റ്റോയ്, ഇവാൻ ദുർഗനേവ്, ആന്റൺ ചെക്കോവ് എന്നിവരായിരുന്നു അവർ. ആരൊക്കെയാണ്? മാക്സിം ഗോർക്കി, ലിയോ ടോൾസ്റ്റോയ്, ഇവാൻ ദുർഗനേവ്, ആന്റൺ ചെക്കോവ് എന്നിവർ. മാർക്സിസ്റ്റ് ആശയങ്ങളുടെ വക്താക്കൾ ആരൊക്കെയായിരുന്നു? കാൾ മാർക്സും ഫ്രെഡറിക് ഗൗസ്. ആരൊക്കെ? കാൾ മാർക്സും ഫ്രെഡറിക് ഗൗസ് എന്നിവർ. മാത്രമല്ല, റഷ്യയിലെ ആ സമയത്തുണ്ടായിരുന്ന സാമൂഹികാവസ്ഥ, ബോൾഷെവിക്കുകൾ, മെൻഷെവിക്കുകൾ, അവരുടെ നേതാക്കൾ, ഫെബ്രുവരി വിപ്ലവം എന്നിവയെക്കുറിച്ചെല്ലാം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചു. ഇനി നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് പോവാം, അതിൻ്റെ ബാക്കി ഭാഗങ്ങളിലേക്ക്. കഴിഞ്ഞ ക്ലാസ്സിൽ ജനങ്ങളുടെ പ്രകടനങ്ങളെ തുടർന്ന് മെൻഷെവിക് നേതാവായ അലക്സാണ്ടർ കെരൻസ്കിയുടെ നേതൃത്വത്തിൽ ഒരു താൽക്കാലിക ഗവൺമെന്റ് നിലവിൽ വന്നതിനെക്കുറിച്ച് പറഞ്ഞിരുന്നു. ഈ താൽക്കാലിക ഗവൺമെന്റിന് റഷ്യയിലെ സോവിയറ്റുകളിൽ ഒരു വിഭാഗം അംഗീകരിച്ചില്ല. ഈ സമയം സ്വിറ്റ്സർലാൻഡിൽ കഴിയുകയായിരുന്ന വ്ളാഡിമർ ലെനിൻ. ആരാണ്? വ്ളാഡിമർ ലെനിൻ റഷ്യയിലെത്തി താൽക്കാലിക ഗവൺമെന്റിനെ ശക്തമായി എതിർത്തു. വിപ്ലവം അതിൻ്റെ ലക്ഷ്യം നേടണമെങ്കിൽ അധികാരം മുഴുവൻ സോവിയറ്റുകൾക്ക് കൈമാറണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. ബോൾഷെവിക്കുകളും സോവിയറ്റുകളും ലെനിന്റെ നിലപാടിനെ പിന്തുണച്ചു. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള സാമ്പത്തിക പിന്നോക്കാവസ്ഥയും ജനങ്ങൾക്കിടയിലെ അസമത്വവും ഇല്ലാതാക്കാൻ ഒരു തൊഴിലാളി വർഗ ഭരണകൂടത്തിന് മാത്രമേ കഴിയുകയുള്ളൂ എന്ന് ബോൾഷെവിക്കുകൾ വാദിച്ചു. അതിനായി അവർ ഉന്നയിച്ച ചില ആവശ്യങ്ങളാണ് പ്രധാനപ്പെട്ട ആവശ്യങ്ങൾ. ഒന്നാം ലോക മഹായുദ്ധത്തിൽ നിന്ന് റഷ്യ പിന്മാറുക, പ്രഭുക്കന്മാരുടെ കൈവശമുള്ള ഭൂമി പിടിച്ചെടുത്ത് കർഷകർക്ക് വിതരണം ചെയ്യുക, ഫാക്ടറികൾ ജനങ്ങളുടെ പൊതു സ്വത്താക്കി മാറ്റുക എന്നിവ. ഏതൊക്കെയാണ്? ഒന്നാം ലോക മഹായുദ്ധത്തിൽ നിന്ന് റഷ്യയുടെ പിന്മാറ്റം, പ്രഭുക്കന്മാരുടെ കൈവശമുള്ള ഭൂമി പിടിച്ചെടുത്ത് കർഷകർക്ക് വിതരണം ചെയ്യുക, ഫാക്ടറികൾ ജനങ്ങളുടെ പൊതു സ്വത്താക്കി മാറ്റുക എന്നിവ. 1971 ഒക്ടോബറിൽ ബോൾഷെവിക്കുകൾ താൽക്കാലിക ഗവൺമെന്റിനെതിരെ സായുധ കലാപം ആരംഭിച്ചു. മെൻഷെവിക്കുകളുടെ നേതാവായ അലക്സാണ്ടർ കെരൻസ്കി രാജ്യം വിട്ടുപോവുകയും റഷ്യ ബോൾഷെവിക്കുകളുടെ നിയന്ത്രണത്തിലാവുകയും ചെയ്തു. സായുധ കലാപം ആരംഭിച്ച വർഷം 1971 ഒക്ടോബർ. അതിനെ തുടർന്ന് മെൻഷെവിക്കുകളുടെ നേതാവായ അലക്സാണ്ടർ കെരൻസ്കി രാജ്യം വിട്ടു പോവുകയും റഷ്യ ബോൾഷെവിക്കുകളുടെ നിയന്ത്രണത്തിലാവുകയും ചെയ്തു. ബോൾഷെവിക്കുകൾക്ക് അധികാരം ലഭിച്ച ഈ സംഭവമാണ് പ്രസിദ്ധമായിട്ടുള്ള ഒക്ടോബർ വിപ്ലവം എന്നറിയപ്പെടുന്നത്. ഒക്ടോബർ വിപ്ലവം എന്താണെന്ന് നമുക്ക് ഒന്നുകൂടി നോക്കാം. 1971 ഒക്ടോബറിൽ ബോൾഷെവിക്കുകൾ താൽക്കാലിക ഗവൺമെന്റിനെതിരെ സായുധ കലാപം ആരംഭിക്കുകയും കലാപത്തെ തുടർന്ന് മെൻഷെവിക്കുകളുടെ നേതാവായ അലക്സാണ്ടർ കെരൻസ്കി രാജ്യം വിട്ടു പോവുകയും റഷ്യ ബോൾഷെവിക്കുകളുടെ നിയന്ത്രണത്തിലാവുകയും ചെയ്തു. ബോൾഷെവിക്കുകൾക്ക് അധികാരം ലഭിച്ച ഈ സംഭവമാണ് പ്രസിദ്ധമായ ഒക്ടോബർ വിപ്ലവം എന്നറിയപ്പെടുന്നത്. ഇപ്പോൾ നമ്മൾ റഷ്യൻ വിപ്ലവത്തിൽ തന്നെ ഫെബ്രുവരി വിപ്ലവവും ഒക്ടോബർ വിപ്ലവവും പഠിച്ചു. ഇത് രണ്ടും റഷ്യൻ വിപ്ലവം എന്ന ഭാഗത്തിൽ അല്ലെങ്കിൽ എന്താണ് റഷ്യൻ വിപ്ലവം എന്നൊരു ക്വസ്റ്റ്യൻ വന്നാൽ അതിൽ എടുത്തു കാട്ടേണ്ട പ്രധാനപ്പെട്ട പോയിന്റുകളാണ്. ഈ ഒക്ടോബർ വിപ്ലവത്തെ തുടർന്ന് സോവിയറ്റുകളുടെ സമ്മേളനം ചേർന്ന് ലെനിൻ അധ്യക്ഷനായ ഒരു ക്യാബിനറ്റിന് രൂപം നൽകി. ഇനി നമുക്ക് റഷ്യൻ വിപ്ലവം നടന്നുകൊണ്ടുണ്ടായ ഫലങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. റഷ്യൻ വിപ്ലവത്തിൻ്റെ ഫലങ്ങൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒന്നാമത്തെ ഫലം എന്ന് പറയുന്നത് ഒന്നാം ലോക മഹായുദ്ധത്തിൽ നിന്ന് റഷ്യ പിന്മാറി. ഭൂമി പിടിച്ചെടുത്ത് കർഷകർക്ക് വിതരണം ചെയ്തു. പൊതു ഉടമസ്ഥതയ്ക്ക് പ്രാധാന്യം കൊടുത്തു. കേന്ദ്രീകൃത ആസൂത്രണം നടപ്പിലാക്കി.
സാമ്പത്തിക ശാസ്ത്ര സാങ്കേതിക രംഗങ്ങളിൽ പുരോഗതി കൈവരിച്ചു. 1924 പുതിയ ഭരണഘടന നിലവിൽ വന്നു. സോവിയറ്റ് റിപ്പബ്ലിക്കുകൾ കൂടിച്ചേർന്ന് സോവിയറ്റ് യൂണിയൻ അഥവാ USSR രൂപീകരിക്കുകയും ചെയ്തു. റഷ്യൻ വിപ്ലവത്തിൻ്റെ ഫലങ്ങൾ ഒന്നുകൂടി നോക്കാം. എന്താണെന്ന് ഒന്നാമത്തേത്, ഒന്നാം ലോകമഹായുദ്ധത്തിൽ നിന്ന് റഷ്യ പിന്മാറി. ഭൂമി പിടിച്ചെടുത്ത് കർഷകർക്ക് വിതരണം ചെയ്തു. പൊതു ഉടമസ്ഥതയ്ക്ക് പ്രാധാന്യം കൊടുത്തു. കേന്ദ്രീകൃത ആസൂത്രണം നടപ്പിലാക്കി. സാമ്പത്തിക ശാസ്ത്ര സാങ്കേതിക രംഗങ്ങളിൽ പുരോഗതി കൈവരിച്ചു. 1924 റഷ്യൻ ഭരണഘടന നിലവിൽ വന്ന വർഷം 1924 അഥവാ 1924. കൂടാതെ സോവിയറ്റ് റിപ്പബ്ലിക്കുകൾ കൂടിച്ചേർന്ന് സോവിയറ്റ് യൂണിയൻ അഥവാ USSR നിലവിൽ വന്നു. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ സോഷ്യലിസ്റ്റ് ആശയങ്ങൾ വ്യാപകമായി. ഇതൊക്കെയാണ് റഷ്യൻ വിപ്ലവത്തിൻ്റെ ഫലങ്ങൾ. ഇനി ചൈനീസ് വിപ്ലവമാണ് നമുക്ക് പഠിക്കാനുള്ളത്. അതുമായിട്ട് അടുത്ത ക്ലാസ്സിൽ കാണാം. അതിനു മുമ്പ് വീഡിയോ കാണുന്ന സുഹൃത്തുക്കൾ ദയവായി വീഡിയോ സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്ത് ഒപ്പമുള്ള ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുക. എന്നാൽ ക്ലാസ്സുകൾ കണ്ടിന്യൂസ് ആയി കിട്ടും. കാരണം ഒരു ക്ലാസ്സിൻ്റെ തുടർച്ചയാണ് അടുത്ത ക്ലാസ്. അപ്പോൾ അങ്ങനെ നമ്മൾ ചെയ്യുകയാണെങ്കിൽ ക്ലാസ് മിസ്സാവാതെ കാണാൻ കഴിയും. ഈ ക്ലാസ്സുകൾ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾക്കും PSC പഠിക്കുന്നവർക്കും വളരെ ഉപകാരപ്രദമായിരിക്കും എന്നതിൽ സംശയമില്ല. അപ്പോൾ നമുക്ക് ചൈനീസ് വിപ്ലവവുമായി അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. അതുവരേക്കും ഗുഡ് ബൈ.